പ്രധാനപ്പെട്ട പ്രസാദമായ ലഡുവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതെ വലിയ വിവാദം കൊഴുക്കുകയാണ്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു തന്നെയാണ് ഇത്തരമൊരു വാദം കഴിഞ്ഞ ദിവസം ഉന്നയിച്ചത്. NDA യോഗത്തിന് സമ്മേളനത്തിൽ വെച്ച് അദ്ദേഹം ഈ കാര്യം ചൂണ്ടിക്കാണിക്കുകയായിരുന്നു. അതായത് തിരുപ്പതി ലഡുവിനെ പോലും YSR കോൺഗ്രസ് വെറുതെ വിട്ടില്ല എന്ന പരാമർശം അദ്ദേഹം നടത്തി. ഒപ്പം മൃഗക്കൊഴുപ്പ് അതിനുപയോഗിക്കുന്നു, മീനെണ്ണ ഉപയോഗിക്കുന്നു തുടങ്ങിയ കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. അത് ഇന്നലെ സ്ഥിരീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ മകനും മന്ത്രിയും TDPയുടെ ദേശീയ ജനറൽ സെക്രട്ടറിയുമായ നാരാ ലോകേഷ് കൂടി രംഗത്ത് വരികയാണ് ചെയ്തത്. അതായത് ഗുജറാത്തിലെ ആനന്ദിലെ ലബോറട്ടറിയിൽ നടത്തിയ പരിശോധനയിൽ ഇക്കാര്യം സ്ഥിരീകരിച്ചു എന്നാണ് നാരാ ലോകേഷ് വ്യക്തമാക്കിയതും. അതിനുശേഷം TDP ഈ ലബോറട്ടറി റിപ്പോർട്ട് പരസ്യമാക്കിക്കൊണ്ട് വാർത്താ സമ്മേളനം നടത്തുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആ വിവാദം ശക്തമായി കൊണ്ടിരിക്കുകയാണ്. YSR കോൺഗ്രസ് ഇപ്പോൾ പ്രതികരിച്ചിട്ടുള്ളത് രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഇത്തരം വ്യാജ ആരോപണങ്ങൾ ഉണ്ടാക്കുന്നു എന്ന പ്രതികരണമാണ് YSR കോൺഗ്രസിന്റെ ഭാഗത്തുണ്ടായത്. പക്ഷേ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ഏതായാലും ഈ വിഷയം ഏറ്റെടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് BJP ഇതിനെതിരെ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് നിന്നിരിക്കുകയാണ്. കോൺഗ്രസും, അതായത് ജഗൻമോഹൻ റെഡ്ഡിയുടെ സഹോദരിയാണ് ഷർമിള റെഡ്ഡി, ഷർമിള അടക്കമുള്ളവരും ഈ ചന്ദ്രബാബു നായിഡു ഉന്നയിച്ച വാദം അല്ലെങ്കിൽ ആരോപണം ശരിയാണെങ്കിൽ അതിലൊരു അന്വേഷണം നടത്താൻ തയ്യാറാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. കാരണം ക്ഷേത്രത്തിന്റെ പവിത്രത കാത്തു സൂക്ഷിക്കേണ്ടത്, അപ്പോൾ അത്തരം നടപടികളിലേക്ക് കടക്കണം എന്ന് കോൺഗ്രസും വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും കൂടുതൽ പ്രതികരണങ്ങൾ അടക്കം ഈ വിഷയത്തിൽ നിന്നുണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട്. ഇതൊക്കെയാണ് ദേശീയതലത്തിലെ പ്രധാനപ്പെട്ട വാർത്തകൾ. ER രാഗേഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്. നമുക്കിനിയും ഇന്റർനാഷണൽ